മലപ്പുറം ജില്ലയിലെ ബാങ്കുകളിൽ സെപ്റ്റംബർ പാദത്തിൽ നിക്ഷേപത്തിലും വായ്പയിലും വൻ വർധനവ്. ജില്ലയിലെ ആകെ നിക്ഷേപം 46,607.02 കോടി രൂപയായി ഉയർന്നതായി ജില്ലാതല ബാങ്കിംഗ് അവലോകന സമിതി യോഗം വിലയിരുത്തി. മലപ്പുറം റൂബി ലോഞ്ചിൽ നടന്ന യോഗം ജില്ലാ കളക്ടർ വി.ആർ. വിനോദ് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ എല്ലാ ഡിപ്പാർട്ട്മെന്റുകൾക്കും, അഗ്രികൾച്ചർ, ഫിഷറീസ് തുടങ്ങിയ പല ഡിപ്പാർട്ട്മെന്റുകൾക്കും സാധാരണ നമ്മുടെ പ്ലാൻ ഫണ്ട് സാധാരണ ഉള്ളതിനേക്കാളും മുൻ വർഷത്തിനേക്കാളും വലിയൊരു പുരോഗതി, വലിയൊരു ഇമ്പ്രൂവ്മെന്റ് നമുക്ക് പ്ലാൻ ഫണ്ടിൽ കിട്ടാറില്ല. കാരണം സ്റ്റേറ്റിന്റെ ബഡ്ജറ്റിന്റെ അത്രയധികം ഇൻക്രീസ് ചെയ്യാറില്ല. ഓരോ വർഷവും 10-15% നമുക്ക് കൊടുക്കാൻ സാധിക്കും. അതേസമയം ജില്ലയുടെ വികസനത്തിന് താല്പര്യമുള്ള ഒരു ഡിസ്ട്രിക്ട് ഓഫീസർമാരെ സംബന്ധിച്ച് അവർക്ക് നടപ്പിലാക്കാൻ പറ്റുന്ന പല കാര്യങ്ങളും, ജില്ലയുടെ വികസനത്തിന് വേണ്ടി വരുന്ന പല കാര്യങ്ങളും ഒരുപക്ഷെ നമ്മൾ പ്ലാനിൽ ഉൾപ്പെടുത്തിയാലും സ്റ്റേറ്റ് ലെവലിൽ കൺസിഡർ ചെയ്യുമ്പോൾ കുറേയൊക്കെ ഒഴിവാക്കപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനൊരു പരിഹാരം എന്ന് പറയുന്നത് നമ്മളതിനെ ഓരോ നമ്മുടെ പ്രധാനപ്പെട്ട പദ്ധതികൾ ശരിയായ ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുകയും അവരുടെ പ്രോജക്റ്റ് പ്രിപ്പറേഷനും അവരുടെ പ്രോജക്റ്റ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകുന്നു എന്നുള്ളതിനും ഒക്കെ അതാത് ഡിപ്പാർട്ട്മെന്റുകൾക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യമുണ്ട്. DIC ട്രെയിനിങ്സ് കൊടുക്കാറുണ്ട്, RCTയുടെ ട്രെയിനിങ് ഉണ്ട്. ഇവരെന്തുമാത്രം പ്ലേസ് ചെയ്യുന്നു, അവർക്ക് എന്തുമാത്രം മുമ്പോട്ടൊരു പ്രോഗ്രസ് ഉണ്ടാക്കാൻ സാധിക്കുന്നു, അവർക്ക് എവിടെയൊക്കെ ഹെൽപ്പ് വേണം. കേവലം ലോൺ കൊടുക്കുക മാത്രമല്ല, അവർ ഫേസ് ചെയ്യപ്പെടുന്ന ചലഞ്ചസ്, ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കി അത് സപ്പോർട്ട് കൊടുക്കുക. നിക്ഷേപ വായ്പാ അനുപാതം ജില്ലയുടെ മൊത്തത്തിലുള്ള ക്രെഡിറ്റ് ഡെപ്പോസിറ്റ് നിരക്ക് 64.80%. എന്നാൽ പല പ്രമുഖ ബാങ്കുകളും 60% താഴെയാണെന്നത് യോഗം ഗൗരവമായി എടുത്തു. വായ്പാ അനുപാതം 60% താഴെയുള്ള ബാങ്കുകൾ അത് വർദ്ധിപ്പിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് കളക്ടർ നിർദ്ദേശിച്ചു. വായ്പാ വിതരണത്തിലെ പുരോഗതി: ജില്ലയിലെ മൊത്തം വായ്പകൾ 30,203.60 കോടി രൂപയായി ഉയർന്നു. കഴിഞ്ഞ പാദത്തെ അപേക്ഷിച്ച് 1,327.64 കോടി രൂപയുടെ വർധനവാണിത്. വാർഷിക ക്രെഡിറ്റ് പ്ലാൻ പ്രകാരം മുൻഗണനാ മേഖലയിൽ 54% നേട്ടം കൈവരിക്കാനായി. കൃഷി മേഖലയിൽ 7,342 കോടി രൂപയുടെ വായ്പകൾ നൽകി. ദ്വിതീയ മേഖലയിൽ 63%, തൃതീയ മേഖലയിൽ 19%മാണ് നേട്ടം. കേന്ദ്ര സർക്കാർ വിഭാവനം ചെയ്ത സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ പരമാവധി ഉപഭോക്താക്കളിലേക്ക് എത്തിക്കാൻ ബാങ്കുകൾ ശ്രമിക്കണമെന്ന് യോഗം ആവശ്യപ്പെട്ടു. കവളപ്പാറ ദുരിതബാധിതരുടെ വായ്പകൾ തള്ളിക്കളയുന്നതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കണമെന്നും കളക്ടർ ബാങ്കുകളോട് നിർദ്ദേശിച്ചു. 2026-27 സാമ്പത്തിക വർഷത്തേക്കുള്ള നബാർഡ് വാർഷിക ക്രെഡിറ്റ് പ്ലാനിന്റെ പ്രകാശനം ചടങ്ങിൽ കളക്ടർ നിർവഹിച്ചു. LDM MV അഞ്ജന ദേവ്, RBI LDOVS അഖിൽ, കനറ ബാങ്ക് റീജിയണൽ ഹെഡ് പുലി സായി കൃഷ്ണ, നബാർഡ് CDM മുഹമ്മദ് റിയാസ് തുടങ്ങിയവർ പങ്കെടുത്തു. CCN മലപ്പുറം.